മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയേ ഇല്ല. ജയിക്കാനായിരുന്നില്ല മത്സരിച്ചത്. ഞാനെൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. വിജയത്തിന് ശേഷം അങ്ങനെ ഭീഷണി ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഒന്ന് വിജയം, രണ്ട് കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. LDFന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 25,000 വോട്ട് കുറവാണ്. ആ വോട്ട് എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. എനിക്ക് 32,000 വോട്ടിൻ്റെ വർധനവുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ആ അണികൾ തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമസ്കാരം. കണ്ണൂർ CPM രാഷ്ട്രീയത്തിലെ കൊള്ളക്കാരായ നേതാക്കൾക്കെതിരെ തുറന്ന പോരാട്ടം നടത്തിയ, തുറന്ന് പറച്ചിൽ നടത്തിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിലാണ്, അല്ലെങ്കിൽ അട്ടിമറി വിജയമാണ് പയ്യന്നൂരിൽ നേടിയത്. CPMനെ മുട്ടുകുത്തിച്ചാണ് പയ്യന്നൂരിൽ ഇത്തരത്തിലുള്ള ഉജ്ജ്വല വിജയം അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. എന്തായാലും കോൺഗ്രസിൻ്റെ സ്വതന്ത്രനായാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. 50,000-ൽ പരം വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. എന്തായാലും നിയുക്ത MLA ആയ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയേ ഇല്ല. ജയിക്കാനായിരുന്നില്ല മത്സരിച്ചത്. ഞാനെൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ പോളിംഗ് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് വന്ന അഭിപ്രായങ്ങൾ ഒരു വിജയപ്രതീക്ഷ നൽകിയിരുന്നു. അത് ശരിയാണ് എന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മത്സര സമയത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീഷണികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മത്സരിച്ച് വിജയിച്ചതിന് ശേഷമാണ് ആ മതിലെല്ലാം തന്നെ കെട്ടിക്കൊടുക്കുന്നത്. വിജയത്തിന് ശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വിജയത്തിന് ശേഷം അങ്ങനെ ഭീഷണി ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഒന്ന് വിജയം, രണ്ട് കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. ഇത് രണ്ടും കൊണ്ടായിരിക്കാം പിന്നീട് അക്രമ സംഭവങ്ങൾ കുറഞ്ഞത്, ഇല്ലാതായത് എന്നാണ് വിശ്വസിക്കുന്നത്. UDFന് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പിണറായിക്കെതിരെയുള്ള, അതായത് പിണറായിയുടെ ദാർഷ്ട്യമാണ് ഇത്തരത്തിൽ UDFന് വലിയ സീറ്റ് നേടിക്കൊടുത്തത് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് ശരിയാണ്? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അതൊരു ഭരണവിരുദ്ധ വികാരം പൊതുവേ കേരളത്തിൽ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം വരുന്നതാണ്. അത് പിന്നെ ഒരാൾ ഓരോ കാരണം പറയും എന്നത് മാത്രമേ ഉള്ളൂ. പൊതുവേ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇല്ല, ഞാൻ സ്വതന്ത്രനാണ്. അല്ല, അതൊന്നും എല്ലാവരെയും കാണാമെന്നല്ലേ. കാരണം പയ്യന്നൂർ UDF RSPക്ക് കൊടുത്ത സീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് RSP ഓഫീസിലേക്ക് പോകാം. ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്. അപ്പോൾ ആ നിലയിലെല്ലാം ഒന്ന് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് എല്ലാവരെയും ഒന്ന് കാണാം എന്ന് കരുതി വന്നതാണ്. മറ്റു നേതാക്കളെയൊക്കെ കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. സ്വതന്ത്രനായി നിൽക്കാൻ തന്നെയാണോ തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അംഗത്വം അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത്? ഒന്നുമില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും. പയ്യന്നൂരിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. ജയിക്കുന്നേ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 50,000 വോട്ടിന് LDF കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 50,000 വോട്ട് മറികടന്ന ഒരു അട്ടിമറി വിജയം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അസാധ്യമായ കാര്യമാണ്. അതാണ് പയ്യന്നൂരിൽ സംഭവിച്ചത്. ഒരു വോട്ട് വിജയം പ്രധാനമാണ്. വിജയിച്ചില്ലെങ്കിലും അവരുടെ ഭൂരിപക്ഷം കുറക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമേ മത്സരിക്കുമ്പോൾ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ജയിച്ചത്. LDFന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 25,000 വോട്ട് കുറവാണ്. ആ വോട്ട് എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. എനിക്ക് 32,000 വോട്ടിൻ്റെ വർധനവുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം 25,000 വോട്ട് ലഭിച്ചതോടുകൂടി ഭൂരിപക്ഷം സമാസമായി. പിന്നെ കൂടുതലായി ലഭിച്ച വോട്ടാണ് എൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഈ 50,000 വോട്ടിനെ മറികടന്നുകൊണ്ടാണ് 7,500 ഭൂരിപക്ഷം എന്ന് കണ്ടോളണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നത്.
അദ്ദേഹം തന്നെയായിരുന്നു വരേണ്ടിയിരുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കുക? അല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യം. അതിൽ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അത് അവരുടെ കാര്യം. ആധിപത്യം ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, CPM-നകത്ത് അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തിയത്. പക്ഷേ അവിടെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനും തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കാനുള്ള നിലപാടുകളാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ ഞാനൊരു പുസ്തകം എഴുതിയത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ആ അണികൾ തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആശമാരുടെ സമരത്തെ അടക്കം നേരിട്ടത് തെറ്റായിപ്പോയി എന്നുള്ള നിരീക്ഷണമാണ് CPI അടക്കം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അല്ല, അങ്ങനെ പലതും ഉണ്ടാവും. ഒറ്റപ്പെട്ട രീതിയിൽ പലതും പറയാനുണ്ടാവും. പൊതുവായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മുൻ CPM നേതാവായ കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസ് സ്വതന്ത്രനായാണ് പയ്യന്നൂരിൽ വിജയിച്ച് നിലവിലിപ്പോൾ MLA ആയിരിക്കുന്നത്. ഇപ്പോൾ RSP ഓഫീസിൽ വന്നപ്പോഴാണ് നമ്മളോട് പ്രതികരിച്ചത്. RSPയിൽ ചേരാനാണോ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അല്ല, അതേസമയം തന്നെ കോൺഗ്രസിൽ ചേരുവാനാണോ ഉദ്ദേശം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് അങ്ങനെയൊന്നുമല്ല, താൻ സ്വതന്ത്രനായി തന്നെ നിൽക്കും എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.